നമ്മളിന്ന് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയലിന്റെ ഫസ്റ്റ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമുക്കറിയാം ഇത് MBA കോഴ്സിനുള്ളതാണ്. അപ്പോൾ നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തുടങ്ങാം. അപ്പോൾ ഇതിൽ കഴിഞ്ഞ വർഷത്തെ സിലബസ് അനുസരിച്ചാണെങ്കിൽ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ 10 മാർക്കിനാണ്. അതിൽ മെയിൻ ടോപ്പിക്ക് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ നമുക്ക് ബേസിക് മോസ് കോഴ്സിൽ പഠിക്കുന്ന കാര്യങ്ങൾ, അതേപോലെ ഫ്രിക്ഷൻ, അതേപോലെ ഡിസൈനിൽ പഠിക്കുന്ന റിവറ്റ്, ബോൾസ്, പിന്നെ വെൽഡഡ് ജോയിൻസ്. ഇത്രയാണ് ഈ ഒരു യൂണിറ്റിലുള്ളത്. ഇതിൽ ആദ്യത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ മോസ് മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് ആണ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്ലാസ്സിൽ അതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ എന്താണ് മെക്കാനിക്സ് ഓഫ് സോളിഡ്സ്? പല പേരിൽ നമുക്ക് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ എന്ന് പറയാറുണ്ട്, മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് എന്ന് പറയാറുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ടൈപ്പ് മെറ്റീരിയലിനെ കുറിച്ചാണ് ഇവിടെ പഠിക്കുന്നത് ബേസിക് ആയിട്ട് ഒരു ഐഡിയ വേണം. നമുക്ക് സോളിഡ്സ് അല്ലെങ്കിൽ മെറ്റീരിയൽസിന് പല ഫേസ് ക്ലാസിഫൈ ചെയ്യാം. സോളിഡ്സ്, ലിക്വിഡ്സ്, ഗ്യാസസ്. അതിൽ തന്നെ സോളിഡ്സിനെ തന്നെ നമുക്ക് 2 രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. സോളിഡ്സിനെ നമുക്ക് റിജിഡ് ബോഡീസ് എന്നും അതേപോലെ ഡീഫോമബിൾ ബോഡീസ് എന്നും 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ആർക്കെങ്കിലും അറിയാവോ? സോ റിജിഡ് ബോഡീസും ഡീഫോമബിൾ ബോഡീസും എനിവൺ? റിജിഡ് എന്താണ്? ആ വേർഡിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ ഐഡിയ ക്രിയേറ്റ് ചെയ്യാം. റിജിഡ് എന്താണ്, ഡീഫോമബിൾ എന്താണ്? ഹാർഡായിട്ടുള്ളതും ഹാർഡ് എന്ന് പറഞ്ഞാൽ അല്ല, നമ്മളിപ്പോ കൊളോക്കിയലി നമ്മൾ സംസാരിക്കുമ്പോൾ ഹാർഡ്, റിജിഡ് എല്ലാം ഒരേ മീനിങ്ങിലാണ്. പക്ഷെ ടെക്നിക്കലി സ്പീക്കിംഗ് ഇതെല്ലാം പലതാണ്. ഹാർഡ്നെസ് വേറെയാണ്, ടഫ്നെസ് വേറെയാണ്, റിജിഡ്നെസ് വേറെയാണ്. എന്താണ് റിജിഡ്, എന്താണ് ഡീഫോമബിൾ? ഷേപ്പ് മാറ്റാൻ പറ്റാത്തതല്ലേ? അതെ, ഷേപ്പ് മാറ്റാൻ പറ്റുന്നത് ഏതാണ്? ഡീഫോമബിൾ ആയിട്ടുള്ളത്. ഡീഫോമബിൾ ആണ്. എങ്കിൽ ഷേപ്പ് മാറ്റാൻ പറ്റാത്തത്, ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ യാതൊരു ചേഞ്ചും സംഭവിക്കാത്ത ബോഡികളെ, അതായത് അതിന് നീളം കൂടുകയോ കുറയുകയോ വളയുകയോ തിരികെയോ ഒന്നും ചെയ്യാത്ത ബോഡികളെയാണ് റിജിഡ് ബോഡീസ് എന്ന് പറയുന്നത്. നമുക്ക് റിജിഡ് ബോഡീസിനെ കുറിച്ചല്ല ഇവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. എന്ത് ബോഡികളാണ്? ഡീഫോമബിൾ ബോഡീസ് ആണ്. അപ്പം ഡീഫോമബിൾ ബോഡീസിനെ നമുക്ക് എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം? ഷേപ്പ് ഡ്യൂ ടു ദി ആപ്ലിക്കേഷൻ ഓഫ് ലോഡ് ഷേപ്പോ സൈസോ ചേഞ്ച് ചെയ്യുന്ന ബോഡികളാണ് ഡീഫോമബിൾ ബോഡീസ്. നമ്മൾ ഇനി ഡീൽ ചെയ്യാൻ പോകുന്നത്, ഈ ഒരു കോഴ്സിൽ ഡീൽ ചെയ്യാൻ പോകുന്നതെല്ലാം ഡീഫോമബിൾ ബോഡീസിനെ കുറിച്ചാണ്. ഓക്കെ, ഇനി നമുക്ക് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ ഏതൊക്കെ അസംഷൻസ് ആണ് നമുക്ക് യൂസ് ചെയ്യേണ്ടി വരുന്നത്? ബേസിക് ആയിട്ട് ഒരു ഐഡിയ ക്രിയേറ്റ് ചെയ്താൽ മതി. എന്താണ് അസംഷൻസ്? മിക്കവാറും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. 1-2 കാര്യങ്ങൾ പുതുതായിട്ട് പഠിക്കുന്നതാണ്. ഒന്ന്, മെറ്റീരിയൽ ഈസ് സോളിഡ് ആൻഡ് കണ്ടിന്യൂസ്. സോളിഡ് എന്താണെന്ന് മനസ്സിലായി കാണും. എന്താണ് സോളിഡ്സും ലിക്വിഡ്സും ഗ്യാസസും തമ്മിലുള്ള വ്യത്യാസം? ബേസിക് ഡിഫറൻസ് എനിവൺ? എങ്ങനെയാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് ഈ സോളിഡ്സ്, ലിക്വിഡ്സ്, ഗ്യാസസ്? ഷേപ്പ്, അതായത് ഡെഫിനിറ്റ് ഷേപ്പും ഡെഫിനിറ്റ് വോളിയം ഉള്ളത് ആരാണ്? സോളിഡ് മെറ്റീരിയൽസ്. അപ്പൊ ലിക്വിഡ് ആകുമ്പോഴത്തേക്ക് എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത്? ഇതിനകത്ത് ആരാണ് മാറുന്നത്? ഷേപ്പ് ആണോ മാറുന്നത്, അതോ വോളിയം ആണോ മാറുന്നത്? വോളിയം മാറും. ഇല്ല, വോളിയം മാറത്തില്ല, ഷേപ്പ് മാറും. 1 ലിറ്റർ വെള്ളം എല്ലായിടത്തും 1 ലിറ്റർ വെള്ളം തന്നെയാണ്, ഏത് കുപ്പിയിൽ നിറച്ചാലും. അതിന്റെ വോളിയം ചേഞ്ച് ചെയ്യത്തില്ല. പക്ഷെ എന്ത് മാറും? ഷേപ്പ് മാറും. പക്ഷെ ഇനി ഗ്യാസുകൾക്ക് എന്താണ് വ്യത്യാസം? വോളിയം ഫിക്സ്ഡ് അല്ല, ഡെഫിനിറ്റ് അല്ല. ഷേപ്പും അത് ഏത് കണ്ടീഷനിലാണോ ഇരിക്കുന്നത് അതനുസരിച്ച് അതിന്റെ വോളിയവും ഷേപ്പും എല്ലാം മാറിക്കൊണ്ടിരിക്കും. അപ്പം സോളിഡ്സിന്റെ പ്രത്യേകത, ഇറ്റ് ഹാസ് ഡെഫിനിറ്റ് ഷേപ്പ് ആൻഡ് വോളിയം. ഇനി അടുത്ത കണ്ടിന്യൂസ്. കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് ആർക്കെങ്കിലും പറയാം? കണ്ടിന്യൂസ് എന്താണ്? ഒരു ബോഡി, ഒരു മെറ്റീരിയൽ കണ്ടിന്യൂസ് ആണ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രോപ്പർട്ടിയാണ്. കണ്ടിന്യൂസ് മീൻസ് ഡെൻസിറ്റി ഈസ് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ഓർ യൂണിഫോം.
ത്രൂ ഔട്ട് ദി മെറ്റീരിയൽ. അതായത് ഒരു മെറ്റീരിയലിന്റെ ഏത് പോയിന്റ് എടുത്താലും ഡെൻസിറ്റി കോൺസ്റ്റന്റ് ആയിട്ട് വരികയാണെങ്കിൽ നമുക്ക് അതിനെ കണ്ടിന്യൂസ് ആയിട്ട് അസ്യൂം ചെയ്യാം. കണ്ടിന്യൂസ് ആയിട്ട് അസ്യൂം ചെയ്താലുള്ള ഗുണം എന്ന് പറഞ്ഞാൽ ഈ മോളിക്യൂൾസ് നമ്മൾ പല പല സ്ട്രക്ചറുകളും പഠിച്ചിട്ടുണ്ട്. BCC, FCC, HCC എന്നൊക്കെ പറഞ്ഞ് CG. ഇതിലെല്ലാം നമ്മൾ പഠിക്കുന്നുണ്ട് മോളിക്യൂൾസിന്റെ ഇടയ്ക്ക് എന്തുണ്ട്, ഓരോ മോളിക്യൂൾസിന്റെ ഇടയ്ക്കും ഒരു വോയിഡ് സ്പേസ് നിങ്ങൾ പഠിക്കുന്നുണ്ട്. അതായത് ഒരു മെറ്റീരിയൽ അവിടെ കാണത്തില്ല. ആ വോയിഡ് സ്പേസ് നെഗ്ലക്ട് ചെയ്ത് മൊത്തം മെറ്റീരിയൽ നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ള കൺസെപ്റ്റിലാണ് കണ്ടിന്യൂസ്. ഒരു ബോഡിയും കണ്ടിന്യൂസ് അല്ല, പക്ഷെ നമ്മൾ പ്രോബ്ലം ചെയ്യാൻ വേണ്ടി കണ്ടിന്യൂസ് ആണെന്ന് അസ്യൂം ചെയ്യുന്നു. അതായത് വോയിഡ് സ്പേസ്, ആ സ്പേസിലും മെറ്റീരിയൽ നിറഞ്ഞിരിക്കുന്നു നമ്മൾ അസ്യൂം ചെയ്ത് ചെയ്യുകയാണ്. അങ്ങനെ ചെയ്യണമെങ്കിൽ ഡെൻസിറ്റി എല്ലായിടത്തും യൂണിഫോം ആയിരിക്കണം. ഡെൻസിറ്റി യൂണിഫോം ആണെങ്കിൽ ബോഡി കണ്ടിന്യൂസ് എന്ന് നമുക്ക് അസ്യൂം ചെയ്ത് പ്രോബ്ലം ചെയ്യാം. അടുത്ത അസംഷൻ, മെറ്റീരിയൽ ഈസ് ഹോമോജീനസ്. ഹോമോജീനസും ഐസോട്രോപ്പിക്കും. എന്താണ് ഹോമോജീനസ്? ആർക്കെങ്കിലും പറയാം ഹോമോജീനസ് എന്താണ്? ഒരേ ബിഹേവിയർ ആണ്, സെയിം. അതായത് ഒരേ കെമിക്കൽ കോമ്പോസിഷൻ എന്നുള്ളതാണ് ഹോമോജീനസ്. സെയിം കെമിക്കൽ കോമ്പോസിഷൻ. അതായത് ഇപ്പം നമുക്ക് വുഡ് ഹോമോജീനസ് ആണെന്ന് പറയാൻ പറ്റത്തില്ല. വുഡിന് പല സ്ഥലത്തും പല കെമിക്കൽ കോമ്പോസിഷൻ ആണ്. പക്ഷെ ഒരു സ്റ്റീൽ റോഡ് നമുക്ക് ഹോമോജീനസ് എന്ന് വേണേൽ അസ്യൂം ചെയ്യാം. അപ്പൊ മെറ്റീരിയൽ ഈസ് ഹോമോജീനസ്. അടുത്ത പോയിന്റ് ഐസോട്രോപ്പിക്. ഐസോട്രോപ്പിക് എന്ന് പറയുന്നത് ഇനി നമ്മൾ അങ്ങോട്ട് ഡിസ്കസ് ചെയ്യും. കുറെ മെറ്റീരിയൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. നിങ്ങൾ മോസിൽ പഠിച്ചിട്ടുള്ള മെറ്റീരിയൽ പ്രോപ്പർട്ടീസ് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? കുറെ മോഡുലസുകൾ നിങ്ങൾ പഠിക്കുന്നുണ്ടല്ലോ, ഓർമ്മ ഉണ്ട് ആർക്കെങ്കിലും? E, G, K, മ്യൂ, ഇതിന്റെ പേരാർക്കെങ്കിലും ഓർമ്മയുണ്ടോ? യങ്സ് മോഡുലസ്, റിജിഡിറ്റി മോഡുലസ്, ബൾക്ക് മോഡുലസ്, പോയ്സൺ. ഇതിനൊക്കെയാണ് മെറ്റീരിയൽ കോൺസ്റ്റൻസ് എന്ന് പറയുന്നത്. ഒരു മെറ്റീരിയൽ ഹോമോജീനസ് ആണെങ്കിൽ, ഒരു മെറ്റീരിയൽ നമ്മൾ എടുക്കുന്ന മെറ്റീരിയൽ ഹോമോജീനസ് ആണെങ്കിൽ അതിന്റെ ഏത് പോയിന്റ് എടുത്താലും നമ്മൾ 3 റെഫറൻസ് ആക്സിസുകൾ, എക്സ് ആക്സിസ്, Y ആക്സിസ് അല്ലെങ്കിൽ X ഡയറക്ഷൻ, ഇവരുടെ വാല്യൂസ് കോൺസ്റ്റന്റ് ആയിട്ട് ഏത് പോയിന്റ് എടുത്താലും പ്രോപ്പർട്ടി വാല്യൂസ് മാറാതെ നിൽക്കുകയാണെങ്കിൽ, അതായത് ത്രൂ ഔട്ട് ബോഡിയിൽ എല്ലാ പോയിന്റ്സിലും മെറ്റീരിയൽ കോൺസ്റ്റൻസിന്റെ വാല്യൂ സെയിം ആണെങ്കിൽ നമ്മൾ അതിനെ ഐസോട്രോപ്പിക് എന്ന് വിളിക്കും. അപ്പൊ ബേസിക് ആയിട്ട് ഇത് രണ്ടും എന്താണെന്ന് അറിഞ്ഞാൽ മതി. ഇത് ആണെങ്കിലേ നമുക്ക് പല ഇക്വേഷൻസും നമുക്ക് മെക്കാനിക്സ് ഓഫ് സോളിഡ്സിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഹോമോജീനസ് എന്താണ്? സെയിം കെമിക്കൽ കോമ്പോ. ഐസോട്രോപ്പിക്, അറ്റ് ഓൾ പോയിന്റ്സ് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ആർ യൂണിഫോം. ഇനി അടുത്തത് സെൽഫ് വെയിറ്റ് ഈസ് ഇഗ്നോർഡ്. അതായത് ബോഡിക്ക്, എല്ലാ ബോഡികൾക്കും വെയിറ്റ് കാണും, മാസ് കാണും. മാസ് ഉണ്ടെങ്കിൽ വെയിറ്റ് കാണും. ആ വെയിറ്റിന്റെ ആക്ഷൻ അവിടെ കൺസിഡർ ചെയ്യുന്നില്ല. അതാണ് മൂന്നാമത്തെ അസംഷൻ. ഇനി അടുത്ത രണ്ടും കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് പറയേണ്ടതാണ്. എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷനും രണ്ടാമത്തത് സെയിന്റ് വെനാൻസ് പ്രിൻസിപ്പിൾ. അപ്പൊ ഈ 2 അസംഷൻസും കൂടി നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ എന്താണെന്നും സെയിന്റ് വെനാൻസ് പ്രിൻസിപ്പിൾ എന്താണെന്നും നമുക്ക് നോക്കാം. നിങ്ങൾക്ക് ഇവിടെ ഒരു ബീം കാണാം. ബീം കാണുന്നുണ്ടോ എല്ലാവരും? അതിൽ എത്ര ലോഡ് ആക്ട് ചെയ്യുന്നുണ്ടെന്ന് പറയാമോ? എത്ര ടൈപ്പ് ലോഡ്? നമുക്കിനി ഇത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളതാണ് ഈ ലോഡൊക്കെ. വേണമെങ്കിൽ ഞാനിതിന് ഫസ്റ്റ് ക്ലാസ് കൊണ്ട് ഇത് എഴുതാം. ഇത് UDL, ഇതെന്ത് ലോഡ്? പോയിന്റ് ലോഡ്. UDL എന്ന് പറഞ്ഞാൽ കുറച്ച് ദൂരം യൂണിഫോം ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കിടക്കുന്ന ലോഡ്. അപ്പൊ യൂണിഫോമിൽ ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡാണ് UDL. ഒരു പോയിന്റ് മാത്രം ആക്ട് ചെയ്യുന്ന ലോഡാണ് പോയിന്റ് ലോഡ്. അപ്പൊ ടോട്ടലി എത്ര ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട് ഈ ബീമിൽ? 2 ലോഡ്. അപ്പൊ മൾട്ടിപ്പിൾ ലോഡ് ആക്ട് ചെയ്യുന്ന കേസുകളിൽ നമുക്ക് പ്രോബ്ലം സിമ്പിൾ ആക്കാൻ വേണ്ടി ഒരു ലോഡ് അറ്റ് എ ടൈം എടുത്ത് പ്രോബ്ലം സോൾവ് ചെയ്യാം. അതായത് ഈ 2 ലോഡും ഒരുമിച്ച് ആക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എഫക്റ്റും ആ 2 ലോഡും ഇൻഡിവിജ്വലി ആക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എഫക്റ്റുകളുടെ സമ്മും സെയിം ആയിരിക്കും എന്നാണ്
പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർപോസിഷൻ പറയുന്നത്. അപ്പം the load effect caused by two or more loadings are the sum of the load of effects caused by each loading separately. ഓരോ ലോഡും സെപ്പറേറ്റ്ലി ആക്ട് ചെയ്യുമ്പോൾ എന്താണോ എഫക്ട് ഉണ്ടാവുന്നത്. എഫക്ട് മീൻസ് ഇവിടെ ഇപ്പം നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്ന എന്തായിരിക്കും? ഇത് ബീം എന്ത് ചെയ്യും? ബെൻഡ് ചെയ്യും, താഴോട്ടൊരു ഡിഫ്ലക്ഷൻ ഉണ്ടാവും. അപ്പോൾ ഒരു പോയിന്റിലെ ഡിഫ്ലക്ഷന്റെ സം എന്ന് പറയുന്നത് UDL കാരണം ആ പോയിന്റിൽ ഉണ്ടാകുന്ന ഡിഫ്ലക്ഷൻ പ്ലസ് പോയിന്റ് ലോഡ് കാരണം ഉണ്ടാകുന്ന ഡിഫ്ലക്ഷൻ. അപ്പം ഒരു സിംഗിൾ പ്രോബ്ലത്തിനെ നമ്മൾ മൾട്ടിപ്പിൾ പ്രോബ്ലംസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് സോൾവ് ചെയ്യുന്ന ടെക്നിക്കാണ് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർപോസിഷൻ. അപ്പോൾ ഇത് നമുക്ക് പല പ്രോബ്ലങ്ങളിൽ യൂസ് ചെയ്യാൻ പറ്റും. പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർപോസിഷൻ എന്താണെന്നൊന്ന് ഓർത്ത് വെച്ചേക്കുക. എന്ത് ടൈപ്പ് പ്രോബ്ലംസിനാണ് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർപോസിഷൻ യൂസ് ചെയ്യുന്നത്? ഒറ്റ ലോഡ് ആക്ട് ചെയ്യുന്ന പ്രോബ്ലംസിനാണോ? മൾട്ടിപ്പിൾ അത് ഓർത്ത് വെച്ചേ. മൾട്ടിപ്പിൾ ലോഡിംഗ് കേസിനാണ് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർപോസിഷൻ യൂസ് ചെയ്യുന്നത്. അടുത്തൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഐഡിയ അല്ലെങ്കിൽ അസംഷൻ ആണ് സെയിന്റ് വെനാൻസ് പ്രിൻസിപ്പിൾ. ഒരു 3 വെർട്ടിക്കൽ ലോഡ് ക്യാരിങ് മെമ്പർ 1, 2, 3 കാണുന്നുണ്ടോ? എല്ലാത്തിലും ആക്ട് ചെയ്യുന്ന ടോട്ടൽ ലോഡ് എത്ര എന്ന് പറയാമോ? ഒന്നാമത്തെ ആക്ട് ചെയ്യുന്ന ലോഡ് എത്രയാണ്? വെർട്ടിക്കലി ഡൗൺവേർഡ് ലോഡാണ് ആക്ട് ചെയ്യുന്നത്. താഴേക്ക് ആക്ട് ചെയ്യുന്ന ലോഡ് എത്രയാണ്? അവിടെ കൊടുത്തിട്ടുണ്ട്, ഒറ്റ ലോഡേ ഉള്ളൂ. ഇനി ഞാൻ ചോദിക്കുന്ന അടുത്ത ക്വസ്റ്റ്യൻ, ഇത് ആരെങ്കിലും പറയണം, ഈ കേസിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഡൗൺവേർഡ് ലോഡ് എത്രയാണ്? ഫിഗർ കാണാൻ പറ്റുന്നില്ലേ? ഹലോ, വോയിസ് കിട്ടുന്നുണ്ടോ? ആ നോക്ക്, എത്ര താഴേക്ക് P/2 താഴേക്ക്. അപ്പൊ ടോട്ടൽ ഡൗൺവേർഡ് ലോഡ് എത്രയാണ്? അപ്പൊ ഈ കേസും ഈ കേസും ലോഡിംഗ് വെച്ച് സെയിം ആണോ നോക്കിയേ, ഫിഗർ അനുസരിച്ച്. മറ്റേത് ഒറ്റ ലോഡായിട്ട് ആക്ട് ചെയ്യുന്നു, ഇത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് ആക്ട് ചെയ്യുന്നു. ലോഡിംഗ് മെത്തേഡ് സെയിം ആണോ രണ്ടിലും? അല്ല. പക്ഷെ ടോട്ടൽ ലോഡ് എന്താണ് രണ്ടിലും? സെയിം ആയിരിക്കും, സെയിം ആണ്. അതേ കണക്ക് മൂന്നാമത്തെ സിംഗിൾ ലോഡിനെ 3 സ്പ്ലിറ്റ് ചെയ്ത് 3 ഡിഫറെന്റ് പോയിന്റിൽ കൊടുത്തിരിക്കുന്നു. അപ്പൊ ഈ 3 ലോഡിംഗ് കേസിലും ടോട്ടൽ ലോഡ് സെയിം ആണ്. ടോട്ടൽ ലോഡ് സെയിം ആണ് എങ്കിൽ നമുക്കൊരു അസംഷൻ ഉണ്ട്. അസംഷൻ എന്ന് പറഞ്ഞാൽ ഈ ലോഡ് ആക്ട് ചെയ്യുന്നതിന് അടുത്തുള്ള സ്ഥലങ്ങൾ ഒഴിച്ചത്, ഞാൻ ലോഡ് ആക്ട് ചെയ്യുന്ന ഈ ടോപ്പിലാണ്, അപ്പൊ അതിന് അടുത്തുള്ളതെന്ന് പറഞ്ഞാൽ കുറച്ച് ഗ്യാപ്പ് ഇടാണ്ട് ഇങ്ങനെ ഒരു സ്ഥലം എടുക്കുന്നു. ഈ സ്ഥലം ഈ ഒരു സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ആക്ട് ചെയ്യുന്ന സ്ട്രെസ് എന്ന് പറയുന്നത് നമുക്ക് പിയുമായി മാത്രം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതായത് ഇവിടുത്തെ സ്ട്രെസ്സും ആരെ മാത്രം ഡിപ്പെൻഡ് ചെയ്യൂ? പി മീൻസ് ടോട്ടൽ ലോഡ്. അതായത് ലോഡ് എങ്ങനെ ആക്ട് ചെയ്യുന്നു എന്ന് നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല, ടോട്ടൽ ലോഡ് എത്രയെന്ന് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ആര് കണ്ടുപിടിക്കാൻ? ഏതെങ്കിലും ഒരു പോയിന്റിലെ സ്ട്രെസ്. അതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്, ഇത് നമുക്ക് എവിടെ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞു, ഒരു സ്ഥലം ഒഴികെ ചില സ്ഥലം എവിടാണ് സെയിന്റ് വെനാൻസ് പ്രിൻസിപ്പിൾ അപ്ലിക്കബിൾ അല്ലാത്തത്? അതാണ്ട് ഈ സ്ഥലങ്ങൾ, ഇതാ ഇവിടെ നോക്കുക. ഈ സ്ഥലങ്ങളുടെ പ്രത്യേകത എന്താണ്? ലോഡ് ആക്ട് ചെയ്യുന്നതിന് അടുത്തുള്ള സ്ഥലങ്ങളാണ്. അപ്പം അതായത് വിസിനിറ്റി ഓഫ് ലോഡ് ആപ്ലിക്കേഷൻ, അതായത് ലോഡ് ആക്ട് ചെയ്യുന്ന തൊട്ടടുത്തുള്ള സ്ഥലങ്ങൾ ഒഴിച്ചു ബാക്കി എല്ലാ സ്ഥലങ്ങളിലും ഏത് പോയിന്റ് എടുത്താലും സ്ട്രെസ് പ്രൊപ്പോർഷണൽ ടു ടോട്ടൽ ലോഡ് ഉള്ളി. അത് ആരെ ഡിപ്പെൻഡ് ചെയ്യത്തില്ലെന്നാ പറഞ്ഞേക്കുന്നത്? മോഡ് ഓഫ് ആപ്ലിക്കേഷൻ ഓഫ് ലോഡ്, ഏത് രീതിയിൽ അപ്ലൈ ചെയ്യുന്നു എന്നതിനെ നോക്കണ്ട, ടോട്ടൽ ലോഡിനെ മാത്രം നോക്കിയാൽ മതി എന്നാണ് ആര് പറയുന്നത്? സെയിന്റ് വെനാൻസ് പ്രിൻസിപ്പിൾ. അപ്പോൾ നമുക്ക് ഒരു പ്രോബ്ലത്തിൽ സ്ട്രെസ് കണ്ടുപിടിക്കണമെങ്കിൽ ടോട്ടൽ ലോഡ് എത്രയാണെന്ന് നോക്കിയാൽ മതി. ആ ലോഡ് എങ്ങനെ ആക്ട് ചെയ്യും, സർഫസ് ആക്ട് ചെയ്യുന്നു,
അല്ലെങ്കിൽ സ്പ്ലിറ്റ് ചെയ്ത് ആക്ട് ചെയ്യുന്നു, അങ്ങനെ ഒന്നും നിങ്ങൾ നോക്കണ്ട. ടോട്ടൽ ലോഡ് എത്രയാണെന്ന് മാത്രം നിങ്ങൾ ചെക്ക് ചെയ്ത് റോളം ചെയ്താൽ മതി. ഐഡിയ ക്ലിയർ ആണോ? സെർവലൻസ് പ്രിൻസിപ്പിള് ടോട്ടൽ ലോഡിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യൂ. സ്ട്രെസ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് മോഡ് ഓഫ് ആപ്ലിക്കേഷൻ ഓഫ് ലോഡ്സ്. ഇനി ഏതൊക്കെ ടൈപ്പ് ലോഡ് ഉണ്ടെന്നാണ് നമ്മൾ പഠിക്കേണ്ടത്. നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. നോർമൽ ഫോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ബോഡിയുടെ ക്രോസ് സെക്ഷണൽ ഏരിയ ഞാൻ വരച്ച ഈ ലൈൻ നോക്കുക. അതായത് ഏതൊരു ബോഡിക്ക് അതിൻ്റെ ഒരു ആക്സിസ് കാണും. ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ട് നിൽക്കുന്ന ഏരിയയാണ് ക്രോസ് സെക്ഷണൽ ഏരിയ എന്ന് പറയുന്നത്. ക്രോസ് സെക്ഷണൽ ഏരിയക്ക് എലോങ് ആണ് ലോഡെങ്കിൽ അത് നോർമൽ ഫോഴ്സ്. അതിന് എക്സാമ്പിൾ ആണ് നമ്മൾ പഠിക്കാറുള്ള കംപ്രഷനും ടെൻഷനും. ഇതിൽ ഏതാണ് കംപ്രഷൻ, ഏതാണ് ടെൻഷൻ? ഇൻവേർഡ് ഫോഴ്സ് വരുന്നതാണോ കംപ്രഷൻ? ഔട്ട്വേർഡ് ഫോഴ്സ് വരുന്നതാണോ കംപ്രഷൻ? ഇൻവേർഡ്. അപ്പൊ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന വേർഡുകളുണ്ട്, പുഷും പുള്ളും. ഇതിൽ ഏതാണ്, പുഷാണോ പുള്ളാണോ കംപ്രഷൻ, ടെൻഷൻ? അപ്പൊ കംപ്രഷന്റെ കോമൺ വേർഡ് പുഷ്, ടെക്നിക്കൽ ടേം കംപ്രഷൻ. ടെൻഷന് നമ്മൾ യൂസ് ചെയ്യുന്ന കോമൺ വേർഡാണ് പുൾ, വലിക്കുക. അപ്പൊ പുള്ളിങ് എന്ന് പറഞ്ഞാൽ ടെൻഷൻ അപ്ലൈ ചെയ്യുക എന്നാണ്. കംപ്രഷനും ടെൻഷനും ഏത് കാറ്റഗറി വരുന്ന ഫോഴ്സ് ആണ്? നോർമൽ ഫോഴ്സ്. നോർമൽ ഫോഴ്സ് മീൻസ് സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് ലോഡ് വരികയാണെങ്കിൽ അത് നോർമൽ ഫോഴ്സ്. ആക്സിയൽ ലോഡ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ നോർമൽ ഫോഴ്സ്. അടുത്ത ഷിയർ ഫോഴ്സ് ഓർ ടാൻജൻഷ്യൽ ഫോഴ്സ്. ഈ ഫിഗർ കാണുന്നുണ്ടോ? ഈ ഫിഗറിൽ എ എന്ന് പറയുന്ന ഏരിയക്ക് എങ്ങനെയാണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്? പെർപെൻഡിക്കുലർ ആയിട്ടാണോ? നോക്കിയേ, പെർപെൻഡിക്കുലർ ആണോ? പെർപെൻഡിക്കുലർ ഏരിയക്ക് 90 ഡിഗ്രി നിൽക്കണം. ഇങ്ങനെയാണോ ആക്ട് ചെയ്യുന്നത്? അല്ല. അപ്പൊ ഇങ്ങനെ അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്? ഇങ്ങനെ. ഇത് നമുക്ക് എന്തെന്ന് പറയാം? ഏരിയക്ക് എങ്ങനെയാണെന്ന് പറയാം ഈ ഫോഴ്സ്? എങ്ങനെ പറയാം? കേട്ടില്ല. ടാൻജൻഷ്യൽ എന്ന് പറയാം, അല്ലെങ്കിൽ എലോങ് ദി ഏരിയ എന്ന് പറയാം. അപ്പൊ സർഫസിന് എലോങ് ആണ് നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് എങ്കിൽ അത് ഷിയർ ഫോഴ്സ് എന്ന് പറയും. an example frictional force is an example for frictional force. എപ്പോഴും ആക്ട് ചെയ്യുന്നത് സർഫസിന് എലോങ് ആയിട്ടാണ്. അപ്പോൾ നമ്മൾ സ്ലൈഡ് ചെയ്യുമ്പോഴും റോൾ ചെയ്യുമ്പോഴും എല്ലാം ഫ്രിക്ഷൻ വരുന്നത് സർഫസിൽ കൂടെ മോഷൻ അഗെയിൻസ്റ്റ് ആയിട്ടാണ് ഫ്രിക്ഷൻ വരുന്നത്. അപ്പൊ ഷിയർ ഫോഴ്സിന് എക്സാമ്പിൾ ആണ് ഫ്രിക്ഷൻ. അപ്പൊ രണ്ട് ലോഡുകൾ ഓർക്കുക, നോർമൽ ഫോഴ്സും ഷിയർ ഫോഴ്സും. ആക്സിസിന് അലോങ് അല്ലെങ്കിൽ ക്രോസ് സെക്ഷണൽ ഏരിയക്ക് പെർപെൻഡിക്കുലർ ആണെങ്കിൽ അത് നോർമൽ ഫോഴ്സ്. ക്രോസ് സെക്ഷണൽ ഏരിയക്ക് എലോങ് ആണെങ്കിൽ അത് ഷിയർ ഫോഴ്സ്. അടുത്തത് ബെൻഡിങ് മൊമെന്റ്. ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു ബീമിൽ, ഇതൊരു ഹൊറിസോണ്ടൽ ബീമാണ്, രണ്ട് എൻഡിൽ സപ്പോർട്ട് ചെയ്തേക്കുന്നു. നടുക്കൊരു ലോഡ് വന്നു, അതെന്ത് ചെയ്യുന്നു? വളയുന്നു. ആ വളയുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ മോസ്റ്റ്ലി ബെൻഡിങ് എന്ന് പറയുന്നത്. ഇപ്പൊ ബെൻഡിങ്ങിന് എങ്ങനെ കാരണമായി? ഈ ഫോഴ്സ് എങ്ങനെയാണ് ആക്ട് ചെയ്തേക്കുന്നത് നോക്കിയേ. ക്രോസ് സെക്ഷണൽ ഏരിയക്ക് എങ്ങനെ നിൽക്കുകയാണ്? ഇത് ന്യൂട്രൽ ആക്സിസ്, ഇത് ക്രോസ് സെക്ഷണൽ ഏരിയ. ക്രോസ് സെക്ഷണൽ ഏരിയക്ക് എങ്ങനെ നിൽക്കുകയാണ് ഫോഴ്സ്? അല്ലെങ്കിൽ ആക്സിസിന് എങ്ങനെ നിൽക്കുകയാണ് ഫോഴ്സ്? പെർപെൻഡിക്കുലർ ആയിട്ടാണ്. അല്ലെങ്കിൽ നമ്മൾ പറയും ട്രാൻസ്വേഴ്സ് ഡയറക്ഷനിൽ ലോഡ് ആക്ട് ചെയ്യുന്നു. ട്രാൻസ്വേഴ്സ് ഡയറക്ഷൻ. ഇപ്പൊ ട്രാൻസ്വേഴ്സ് ഡയറക്ഷനിൽ ലോഡ് വരികയാണെങ്കിൽ ദി ബീം വിൽ ബെൻഡ്. ബീമിന് അതിന്റെ സ്ട്രെയിറ്റ്നെസ് നഷ്ടപ്പെട്ട് ഇങ്ങനെ ആയിട്ട് മാറും. അപ്പൊ അതിന് കാരണമാകുന്ന ലോഡിനെയാണ് ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുന്നത്. ബെൻഡിങ് മൊമെന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ഐഡിയ ഉണ്ടാകും, ഈ എഫിനെ അല്ല ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുന്നത്. എഫ് കാരണം അവിടെ ഉണ്ടാകുന്ന ഒരു റൊട്ടേഷണൽ എഫക്റ്റ് ആണ് ബെൻഡിങ് മൊമെന്റ്. ഇപ്പൊ എമ്മിന്റെ ജനറൽ ഇക്വേഷൻ അല്ലെങ്കിൽ ബെൻഡിങ് മൊമെന്റിന്റെ ജനറൽ ഇക്വേഷൻ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്നുള്ള കൺസെപ്റ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പം ബെൻഡിങ് മൊമെന്റും ഫോഴ്സും സെയിം അല്ല.
ഫോഴ്സ് കാരണമാണ് ബെൻഡിങ് മൊമെന്റ് എന്നുള്ള ഐഡിയ, ബെൻഡിങ് മൊമെന്റ് എന്നുള്ള ഒരു ലോഡ് ആക്ട് ചെയ്യുന്നതായിട്ട് നിങ്ങൾ ഇപ്പൊ ഇത്രയും അറിഞ്ഞാൽ മതി. നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ ബെൻഡിങ് മൊമെന്റ് എന്താണെന്നും ബെൻഡിങ് എന്താണെന്നും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പൊ ബെൻഡിങ്ങിന് കാരണമാകുന്ന ആ ലോഡിനെയാണ് ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുന്നത്. ബെൻഡിങ് മൊമെന്റ് കാരണം ബോഡി ബെൻഡ് ചെയ്യുന്നു. ഇതേപോലെ തന്നെ മറ്റൊരു ഫിനോമിനയാണ് ട്വിസ്റ്റ് ചെയ്യുക. ട്വിസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, നമ്മൾ ട്വിസ്റ്റ് ചെയ്യുന്നതിന് എക്സാമ്പിൾ, നമ്മളിപ്പോ എക്സാമ്പിൾ തോർത്ത് പിഴിയുന്നത്, അതൊരു ട്വിസ്റ്റിംഗ് ഓപ്പറേഷൻ ആണ്. അപ്പൊ ട്വിസ്റ്റ് ചെയ്യണമെങ്കിൽ അവിടെ എന്ത് അപ്ലൈ ചെയ്യണം? നമ്മൾ മെക്കാനിക്കലുകാര് റൊട്ടേഷൻ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് കൊടുക്കണമെന്ന് പറയും? ടോർക്ക്. അപ്പൊ ട്വിസ്റ്റിങ്ങിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ടി എന്ന് പറയുന്ന ടോർക്കാണ്. ടോർക്കിന്റെ വേറൊരു വിളിപ്പേരാണ് ട്വിസ്റ്റിംഗ് മൊമെന്റ്. ട്വിസ്റ്റിംഗ് മൊമെന്റും ടോർക്കും ഒരേ ഐറ്റം തന്നെയാണ്. അപ്പൊ നമ്മൾ എഞ്ചിനെ ബേസ് ചെയ്ത് അല്ലെങ്കിൽ റൊട്ടേഷനെ ബേസ് ചെയ്ത് പറയുമ്പോൾ അത് ടോർക്ക് എന്ന് പറയുന്നേ ഉള്ളൂ. ബോത്ത് ആർ സെയിം. ട്വിസ്റ്റിംഗ് മൊമെന്റ് ഈസ് ഈക്വൽ ടു ടോർക്ക്. അപ്പൊ ട്വിസ്റ്റിംഗ് മൊമെന്റ് കൊടുക്കുമ്പോൾ ബോഡിക്ക് ഉണ്ടാകുന്ന ചേഞ്ച്, ഇപ്പോ അവിടെ നിങ്ങൾക്ക് ഇനിഷ്യലി ഒരു ഹൊറിസോണ്ടൽ ലൈൻ കാണാം. ടോർക്ക് അപ്ലൈ ചെയ്തപ്പോഴത്തേക്ക് ആ ലൈൻ ഇൻക്ലൈൻ ചെയ്തതാണ്. ഇവിടെ ഇരുന്ന പോയിന്റ് എവിടേക്ക് മാറി? ഇവിടെ എ എന്ന പോയിന്റ് എ ഡാഷിലേക്ക് മാറി. അപ്പൊ അവിടെ എന്ത് സംഭവിച്ചു? ഒരു ആംഗിൾ ഓഫ് ട്വിസ്റ്റ് സംഭവിച്ചു. ആംഗിൾ ഓഫ് ട്വിസ്റ്റ് ആണ് തീറ്റ. തീറ്റ മീൻസ് ആംഗിൾ ഓഫ് ട്വിസ്റ്റ്. അപ്പൊ ഇവിടെ താഴുന്നത്, ബെൻഡിങ്ങിൽ താഴുന്നത് ട്രാൻസ്വേഴ്സ് ഡിഫ്ലക്ഷൻ എന്ന് പറയും. ഇവിടെ ഉണ്ടാകുന്ന ഡീഫോർമേഷൻ എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് ട്വിസ്റ്റ്. അപ്പൊ ആംഗിൾ ഓഫ് ട്വിസ്റ്റിന് കാരണമാകുന്നത് ടോർക്ക്. അപ്പം നമ്മളിപ്പോ പഠിച്ചത് 4 ടൈപ്പ് ലോഡുകളാണ് ബോഡിയിൽ ആക്ട് ചെയ്യുന്നത്. 1 നോർമൽ ഫോഴ്സ്, 2 ഷിയർ ഫോഴ്സ്, 3 ബെൻഡിങ് മൊമെന്റ്, 4 ട്വിസ്റ്റിംഗ് മൊമെന്റ്. ഇത് മാത്രമല്ല ലോഡുകൾ, പക്ഷെ മെയിൻ ആയിട്ട് നമ്മളൊരു ഏറ്റവും കൂടുതൽ ആപ്ലിക്കേഷൻ വരുന്നത് ഈ 4 ടൈപ്പ് ലോഡുകളാണ്. അപ്പൊ ഓരോ ടൈപ്പ് ലോഡുകളും എന്ത് എഫക്റ്റ് ആണ് ബോഡിയിൽ ഉണ്ടാക്കുന്നതെന്ന് ഓർത്തു വെക്കുക. ഇനി എന്താണ് സ്ട്രെസ്? ആർക്കെങ്കിലും സ്ട്രെസ് എന്താണെന്ന് പറയാം? ഒരു കൺസെപ്ച്വൽ പരമായിട്ട് ആർക്കെങ്കിലും പറയാം? ഇതൊരു ബോഡിയാണെന്ന് വിചാരിക്കും. ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ബോഡിക്ക് എന്തുണ്ടാവും? ഫസ്റ്റ് ഉണ്ടാകുന്ന മാറ്റം എന്താണ്? ഫോഴ്സ് കാരണം ബോഡിയിൽ എന്തുണ്ടാവും? അപ്ലൈഡ് ഫോഴ്സിന്റെ ഡയറക്ഷനിൽ ഡീഫോർമേഷൻ. അപ്പൊ ഫസ്റ്റ് ഉണ്ടാകുന്ന പ്രോസസ് എന്ന് പറയുന്നത് ഡീഫോർമേഷൻ ആണ്. ഇപ്പൊ ഒരു ബോഡിയിൽ എല്ലാവരും ഓർത്തു വെക്കേണ്ട ഒരു കോൺസെപ്റ്റ് ആണ് ഞാൻ പറയുന്നത്. ഫോഴ്സ് ബോഡിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ ബോഡി ഡീഫോം ചെയ്യുന്നു. അപ്പോൾ ബോഡി എന്തിന് സ്റ്റാർട്ട് ചെയ്യും? ബോഡി ഡീഫോം ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ബോഡി എന്തിന് സ്റ്റാർട്ട് ചെയ്യും? അതാണ് അടുത്ത് ഓർത്തു വെക്കേണ്ടത്. ബോഡി റെസിസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഇന്റേണലി അപ്ലൈ ചെയ്ത ഫോഴ്സിനെതിരെ, ഈ ഡീഫോർമേഷനെതിരെ റെസിസ്റ്റ് ചെയ്യും. അപ്പോ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഒരു സീക്വൻസിൽ എഴുതാണ്. ഫോഴ്സ് കൊടുത്തു, ബോഡിയിൽ എന്തുണ്ടായി? ഡീഫോർമേഷൻ ഉണ്ടായി. ആ ഡീഫോർമേഷനെ ബോഡി എന്ത് ചെയ്യുന്നു? റെസിസ്റ്റ് ചെയ്യുന്നു. ഇനി ഇതിൽ ഏത് പാർട്ടിനെയാണ് സ്ട്രെസ് റെപ്രസെന്റ് ചെയ്യുന്ന ആർക്കെങ്കിലും പറയാമോ? റെസിസ്റ്റൻസിനെ റെപ്രസെന്റ് ചെയ്യുന്ന പാർട്ടാണ് സ്ട്രെസ്. അപ്പൊ ഡീഫോർമേഷൻ റെപ്രസെന്റ് ചെയ്യുന്ന പാർട്ട് ആരാണ്? ആരാടെ? സ്ട്രെയിൻ. അപ്പോ ബോഡിക്ക് ഉണ്ടാകുന്ന ഡീഫോർമേഷനെ നമുക്കൊരു ക്വാണ്ടിറ്റി ആക്കി കാണിക്കുന്ന ടേമാണ് സ്ട്രെയിൻ.
ബോഡിക്ക് ഉണ്ടാകുന്ന റെസിസ്റ്റൻസിനെ, ബോഡിക്ക് അകത്തുണ്ടാകുന്ന റെസിസ്റ്റൻസിനെ ക്വാണ്ടിഫൈ ചെയ്ത് കാണിക്കുന്ന ഒരു ടേമാണ് സ്ട്രെസ്. അപ്പൊ എങ്ങനെയാണ് സ്ട്രെസ്സിനെ ഡിഫൈൻ ചെയ്യുന്നതെന്ന് നോക്കുക. അപ്പൊ ഈ ഒരു സീക്വൻസ് നിങ്ങൾ ഓർത്തിരുന്നോണം. ഫോഴ്സ് കാരണം ഡീഫോർമേഷൻ, ഡീഫോർമേഷൻ കാരണം ഇതെല്ലാം സൈമൾട്ടേനിയസ്ലി നടക്കുന്നതാണ്. നമ്മൾ റീസൺ വെച്ച് പറയുകയാണെങ്കിൽ ഫോഴ്സ് കാരണം ഡീഫോർമേഷൻ, ഡീഫോർമേഷൻ കാരണം റെസിസ്റ്റൻസ്. ഇനി എന്താണ് സ്ട്രെസ്സിന്റെ ഡെഫിനിഷൻ നോക്കിയേ. ഇറ്റ് റെപ്രസെന്റ്സ്, ഡെഫിനിഷൻ ആദ്യം ഇത് എന്തിനാ റെപ്രസെന്റ്, ഇറ്റ് റെപ്രസെന്റ്സ് ദി ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് മെറ്റീരിയൽ എഗെയിൻസ്റ്റ് ഡീഫോർമേഷൻ ഡ്യൂ ടു എക്സ്റ്റേണൽ ലോഡ്. ബോഡിയിൽ എക്സ്റ്റേണൽ ലോഡ് കാരണം ഉണ്ടാകുന്ന ഡീഫോർമേഷനെ എഗെയിൻസ്റ്റ് ആയിട്ട് ഉണ്ടാകുന്ന റെസിസ്റ്റൻസിന്, ഇന്റേണൽ റെസിസ്റ്റൻസിനെ റെപ്രസെന്റ് ചെയ്യുന്ന ടേമാണ് സ്ട്രെസ്. ഇനി അതിനെ എങ്ങനെ ഡിഫൈൻ ചെയ്തേക്കുന്നത്? സ്ട്രെസ് ഈസ് ഡിഫൈൻഡ് ആസ് ദി ഇന്റേണൽ റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് ഏരിയ, ഇന്റേണൽ റെസിസ്റ്റീവ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ. അപ്പൊ ഫോഴ്സ് പെർ ഏരിയ ആണ്, വെറും ഫോഴ്സ് അല്ല. അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ആണ് ഇവിടെ. അപ്ലൈഡ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ ആണോ സ്ട്രെസ്? ഇന്റേണൽ റെസിസ്റ്റീവ് അപ്ലൈഡ് ഫോഴ്സ് വേറെ, ഇന്റേണൽ റെസിസ്റ്റീവ് ഫോഴ്സ് വേറെ. അപ്പൊ അതും ഫോഴ്സ് ആണെന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പൊ ഇന്റേണൽ റെസിസ്റ്റീവ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ. അപ്പൊ സിഗ്മ എന്ന് പറയുന്നത് റെസിസ്റ്റീവ് ഫോഴ്സ് ബൈ ഏരിയ. യൂണിറ്റ് എന്ത് വരും നിങ്ങൾക്ക് തന്നെ പറയാന്നേ ഉള്ളൂ. ഫോഴ്സിന്റെ യൂണിറ്റ് ഇവിടെ കൊടുത്തു, ന്യൂട്ടൺ. ഏരിയയുടെ യൂണിറ്റ് ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ, ഏരിയയുടെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ. അപ്പൊ സ്ട്രെസ്സിന്റെ യൂണിറ്റ് എന്ത് വരും? സ്റ്റാൻഡേർഡ് യൂണിറ്റ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ, ഓർ ഇതും കൂടെ ഓർത്തിരുന്നോണം പാസ്കൽ. ഇനി മറ്റ് യൂണിറ്റുകളിലേക്ക് കൺവേർട്ട്, അതായത് മെത്തേഡ്, അതായത് SI സിസ്റ്റം, CGS സിസ്റ്റം, MK സിസ്റ്റം, FPS സിസ്റ്റം, ഇതിലൊക്കെ യൂസ് ചെയ്യുന്ന യൂണിറ്റുകളൊന്ന് കാണാൻ പഠിച്ച് വെച്ചോണം. അവർ തമ്മിലുള്ള കൺവേർഷനും. അപ്പൊ അതിൽ നിന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻ ഇപ്പൊ കുറെ അങ്ങനെയൊന്നും വരാറില്ല, എന്നാലും ജസ്റ്റ് അറിഞ്ഞിരിക്കുക. ഇതൊക്കെ നമ്മളെ എഞ്ചിനീയർ ലെവൽ ക്വസ്റ്റ്യൻ ഒന്നും ഇതൊന്നും പ്രതീക്ഷിക്കേണ്ട, എന്നാലും അറിഞ്ഞിരിക്കുക ഏതൊക്കെ യൂണിറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഡയൻസ് പെർ സെന്റിമീറ്റർ സ്ക്വയർ CGS സിസ്റ്റത്തിൽ, MK സിസ്റ്റത്തിൽ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ, FPS സിസ്റ്റത്തിൽ പൗണ്ടാൽ പെർ ഫീറ്റ് സ്ക്വയർ. പൗണ്ടാൽ മാസിന്റെ യൂണിറ്റ് ആണ്, FPS സിസ്റ്റത്തിൽ പൗണ്ടാൽ പെർ ഫീറ്റ് സ്ക്വയർ. പിന്നെ ഇവിടെ ഒരു കൺവേർഷൻ ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്, 10 ഡൈൻ പെർ സെന്റിമീറ്റർ സ്ക്വയർ. വേണമെങ്കിൽ കാണാൻ പിടിച്ച് വെക്കുക. ഇതൊന്നും ജസ്റ്റ് നിങ്ങൾ നോക്കി വിട്ടാൽ മതി. മെയിൻ ആയിട്ട് സ്ട്രെസ് എന്താണെന്നുള്ളത് അറിയുക. ഇനി ഇതാ ഈ രണ്ട് ഫിഗർ കണ്ടോ. ഈ രണ്ട് ഫിഗറിൽ രണ്ട് ടേമുകൾ കൊടുത്തിട്ടുണ്ട്, നോർമൽ സ്ട്രെസ്സും ഷിയർ സ്ട്രെസ്സും. എന്താണ് വ്യത്യാസം? നമ്മൾ നേരത്തെ അങ്ങോട്ട് പഠിച്ചു, നോർമൽ ഫോഴ്സും വരും, ഷിയർ ഫോഴ്സും വരും. നോർമൽ ഫോഴ്സ് ബോഡിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ, അതായത് സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഫോഴ്സ് വരുമ്പോൾ ഉണ്ടാകുന്ന സ്ട്രെസ്സും സർഫസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഫോഴ്സ് ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണോ സ്കേലാർ ക്വാണ്ടിറ്റി ആണോ? ഡയറക്ഷൻ ഉള്ള ക്വാണ്ടിറ്റി ആണോ ഡയറക്ഷൻ ഇല്ലാത്ത ക്വാണ്ടിറ്റി ആണോ? ഫോഴ്സ് ഡയറക്ഷൻ ഉള്ള ക്വാണ്ടിറ്റി. അപ്പൊ വെക്ടർ ആണ്. ഫോഴ്സ് വെക്ടർ ആണ് എങ്കിൽ സ്ട്രെസ്സും വെക്ടർ ആണ്. സ്ട്രെസ് ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി. അപ്പൊ ഇറ്റ് ഹാസ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. ഇനി ഇതാ ഈ ഫിഗറും ഇവിടെ ഏരിയക്ക് പെർപെൻഡിക്കുലറി ഫോഴ്സ് വരുന്നു, ആ പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ തന്നെ സ്ട്രെസ്സും. ഈ ചെറിയ ചെറിയ ആരോസ് കാണിക്കുന്നത് സ്ട്രെസ്സിന്റെ ഡയറക്ഷനാണ്. ഇവിടെ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്, രണ്ടാമത്തെ ഫിഗറിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് ഹൊറിസോണ്ടലി ആണ്. സ്ട്രെസ് അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് വരുന്നത് സർഫസിൽ കൂടെ തന്നെയാണ്. ഇപ്പൊ സർഫസിൽ കൂടെ സ്ട്രെസ്, അതായത് സർഫസിന് എലോങ് ആയിട്ട് സ്ട്രെസ് വരികയാണെങ്കിൽ അത് ഷിയർ സ്ട്രെസ്. സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് സ്ട്രെസ് വരികയാണെങ്കിൽ നോർമൽ സ്ട്രെസ്. നമ്മൾ രണ്ട് ടൈപ്പ് നൊട്ടേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. നോർമൽ സ്ട്രെസ്സിന് സിഗ്മയും ഷിയർ സ്ട്രെസ്സിന് ടോയും. അപ്പൊ രണ്ട് ടൈപ്പ് സ്ട്രെസ് ഉണ്ട്, നോർമൽ സ്ട്രെസ്, ഷിയർ സ്ട്രെസ്. എങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം? സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന സ്ട്രെസ് നോർമൽ സ്ട്രെസ്, സർഫസിന് എലോങ് വരുന്ന സ്ട്രെസ് ഷിയർ സ്ട്രെസ്. രണ്ടിന്റെ യൂണിറ്റ് സെയിം. എല്ലാ സ്ട്രെസ്സുകൾ പേര് മാറിയാലും പ്ലെയിൻ മാറിയാലും ഡയറക്ഷൻ മാറിയാലും എല്ലാ ടൈപ്പ് സ്ട്രെസ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ തന്നെയാണ്. അപ്പൊ നോർമൽ സ്ട്രെസ്സും ഷിയർ സ്ട്രെസ്സും എന്താണെന്നാണ് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെ, വെൻ എ ഫോഴ്സ് ആക്ട് പെർപെൻഡിക്കുലർ ഓർ നോർമൽ ടു ദി സർഫസ് ഓഫ് എൻ ഒബ്ജെക്ട് ഇറ്റ് എക്സർട്ട് നോർമൽ സ്ട്രെസ്. എക്സാമ്പിൾ,
എക്സാമ്പിൾ ഓർക്കുക, ആരൊക്കെയാണ് നോർമൽ സ്ട്രെസ്സിന് എക്സാമ്പിൾ? സിഗ്മ ആക്സിയൽ സ്ട്രെസ്, ഡയറക്ട് സ്ട്രെസ്, ബെൻഡിങ് സ്ട്രെസ്, സിഗ്മ ബി. ഇപ്പൊ ബെൻഡിങ് സ്ട്രെസ്സും ആക്സിയൽ സ്ട്രെസ്സും നമ്മൾ സിഗ്മ വെച്ചാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി എന്താണ് ഷിയർ സ്ട്രെസ്? When a force acts parallel to the surface of an object, it exerts shear stress. Example, direct shear stress, torsional shear stress. Direct shear stress എന്ന് പറയുന്നത് ടോ ഡി, ടോർഷണൽ ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത് ടോ, വെറും ടോ. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇനി അങ്ങോട്ട് പഠിക്കും. എല്ലാം സിഗ്മ ആണ്, ഇത് രണ്ടും ടോ ആണെന്ന് കാണിക്കാൻ വേണ്ടി മാത്രം ഞാൻ എഴുതുന്നതേ ഉള്ളൂ. എക്സാമ്പിൾ ഒക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പഠിക്കാം. ഓർക്കേണ്ടത് നോർമൽ സ്ട്രെസ് എന്താണ്, ഷിയർ സ്ട്രെസ് എന്താണ്. സർഫസിന് എലോങ് ആണെങ്കിൽ ഷിയർ സ്ട്രെസ്, സർഫസിന് പെർപെൻഡിക്കുലർ ആണെങ്കിൽ നോർമൽ സ്ട്രെസ്. ഓക്കെ, അപ്പൊ താങ്ക് യു. നമുക്ക് അടുത്ത ക്ലാസ്സിന് കാണാം. ഓക്കെ.